Hi all, this is Jasmine. Welcome to my channel. Today's our topic is learning multiple classes. നമുക്ക് ലാസ്റ്റ് ക്ലാസ് വരെ നമ്മൾ പഠിച്ചിരുന്നതിൽ നമുക്കറിയാവുന്നത് ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ് ആയിരുന്നു. അതായത് നമ്മുടെ കയ്യിൽ ഒന്നെങ്കിൽ നമുക്ക് രണ്ടായിട്ട്, അതായത് ഒരു ക്ലാസ് രണ്ട് ക്ലാസ്സസ് കാണും. അതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഒന്ന് പ്ലസ്സോ ഒന്ന് മൈനസോ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, പ്ലസ് കാറ്റഗറി പോസിറ്റീവ് കാറ്റഗറിയിൽ വരുന്നത്, നെഗറ്റീവ് കാറ്റഗറിയിൽ വരുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ആകെ രണ്ട് ഐറ്റംസേ നമുക്ക് തന്നിരുന്നുള്ളൂ. ബട്ട് ദിസ് ഈസ് നോട്ട് ദ കേസ് ഹിയർ. If we are getting more than 2 classes, ഒന്നിൽ കൂടുതൽ ക്ലാസ്സസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ വാട്ട് വി വിൽ ഡു. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിലൊരു ഫ്രൂട്ട് ബോൾ ഉണ്ട്. ആ ഫ്രൂട്ട് ബോളിനകത്ത് നമുക്ക് സ്വീറ്റ് ലെമൺ ഉണ്ട്, അതുപോലെ വാട്ടർമെലൺ ഉണ്ട്, ദെൻ ആപ്പിൾ ഉണ്ട്, ബനാന ഉണ്ട്. ഇതുപോലെ 5 ഡിഫറെൻറ്റ് ഫ്രൂട്ട്സുകൾ ഇതിനകത്ത് നമ്മുടെ ബാസ്കറ്റ് ബോൾ, അതായത് ഫ്രൂട്ട് ബോളിനകത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾക്ക് 2 ഫ്രൂട്ട്സ് അല്ല ഉള്ളത്, 5 ഫ്രൂട്ട്സ് ഉണ്ട്. ഈ 5 ഫ്രൂട്ട്സ് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ കാറ്റഗറൈസ് ചെയ്യണം, ഇതിനെ ഗ്രൂപ്പ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണം. സോ ഹൗ വി വിൽ ഡു ഇറ്റ്? ദാറ്റ് മീൻസ് ഇവിടെ 2 ക്ലാസ് പ്രോബ്ലം അല്ല, ശരിക്കും ഇവിടെ മൾട്ടി ക്ലാസ് പ്രോബ്ലമാണ്. അപ്പോൾ ഇങ്ങനെ രണ്ടിൽ കൂടുതൽ ഐറ്റംസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി കനോട്ട് ഏബിൾ ടു യൂസ് ദിസ് ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. സോ ദാറ്റ് വി ഹാവ് ടു ഗോ ഫോർ അനദർ മെത്തേഡ് ദാറ്റ് ഈസ് കോൾഡ് മൾട്ടി ക്ലാസ് പ്രോബ്ലംസ്. ഓക്കെ, multi-class problems. So in order to solve these multi-class problems, we are making use of 2 methods, that is one versus all and one versus one എന്ന് പറയുന്ന 2 മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യു ക്യാൻ in some textbook it is given that one against all or one against rest. ഓക്കെ, അങ്ങനെയും തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും one versus all എന്താണെന്ന് നോക്കാം. 1 വേഴ്സസ് ഓളിനകത്ത് പറയുന്നത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറഞ്ഞിട്ട് 3 കളേഴ്സ് ഉണ്ട്. ഈ 3 കളേഴ്സിനെയും എനിക്ക് ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ കൺസിഡർ K ക്ലാസ്സസ്. ഈ K ക്ലാസ്സസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കൺസിഡർ ചെയ്യാം. ഇവിടെ നമുക്ക് K എന്ന് പറയുന്നത് 3 ആണ്. റെഡ്, ഗ്രീൻ, ബ്ലൂ, ഇറ്റ് ഈസ് ആക്ച്വലി ബിലോങ്സ് ടു 3 ഡിഫറെൻറ്റ് ക്ലാസ്സസ്. അപ്പോൾ ഇവിടെ നമുക്ക് K3 ഉണ്ട്. ഇനി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് C1, C2 എക്സെട്ര അപ് ടു CK. ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് C1 ക്ലാസ്, C2 ക്ലാസ്, C3 ക്ലാസ്, അങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരാളുടെ ആയിരിക്കും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യേണ്ടത്. ഇപ്പോൾ റെഡാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ എൻ്റെ ട്രെയിനിങ് സെറ്റിൽ റെഡിനെ ഞാൻ കൊടുത്തിട്ട് അതിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ഇപ്പം രണ്ടെണ്ണേ ഉള്ളൂ എങ്കിൽ നമുക്ക് നോർമലി നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് 2ൽ കൂടുതലാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഇപ്പോൾ K ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിനെ നമ്മൾ K2 ക്ലാസ് പ്രോബ്ലംസ് എന്നാണ് പറയുന്നത്. K ക്ലാസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? K2 ക്ലാസ് പ്രോബ്ലംസ് എന്ന് വിളിക്കും. എന്തിനാണ് ഈ K2 ക്ലാസ് പ്രോബ്ലംസ് എന്ന് വിളിക്കുന്നത്? കാരണം വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഈ ഒരു ഫിഗർ നോട്ട് ചെയ്തിട്ട് നമുക്ക് തിയറിയിലേക്ക് പോവാം. ഇത് ജസ്റ്റ് ഈ ഒരു ഫിഗർ നോട്ട് ചെയ്യാം. നമ്മുടെ ഗ്രാഫ് ഇതാണ്. ഈ ഗ്രാഫിനകത്ത് ഇത്രയും ഭാഗം ഗ്രീൻ കളർ ഡേറ്റാസ് കിടക്കുവാണ്, ഇത്രയും ഭാഗം റെഡ് കളേഴ്സ് ഡേറ്റ, ഇത്രയും ഭാഗം ബ്ലൂ കളേഴ്സ് ഡേറ്റാസും കിടക്കുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെയാണ് ഇങ്ങനെ ഒരു ഗ്രാഫിൽ നിന്നും ഹൗ വി വിൽ ക്ലാസിഫൈ. യു ക്യാൻ സീ ക്ലിയർലി ദാറ്റ് ദർ ആർ 3 ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആർ ദെയർ. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തെടുക്കുന്നത്? 1 വേഴ്സസ് ഓൾ എന്ന് പറയുമ്പം ഓരോ ക്ലാസ്സസിന് വേണ്ടിയിട്ടും ഞാൻ ഓരോ മോഡൽ ക്രിയേറ്റ് ചെയ്യും. ഇപ്പം ഗ്രീൻ എന്ന് പറയുന്ന ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാനൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം, റെഡ് എന്ന് പറയുന്ന ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ ബ്ലൂ എന്ന് പറയുന്ന ക്ലാസ്സിന് ഞാൻ വേറൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. സപ്പോസ് ഇപ്പം നമ്മുടെ കയ്യിൽ K ക്ലാസ്സസ് ഉണ്ടെങ്കിൽ എനിക്ക് K മോഡൽസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. K മോഡൽസ് എന്ന് കാണിക്കുമ്പം തന്നെ നിങ്ങൾക്ക് ആലോചിക്കണം, K ഡിഫറെൻറ്റ് ഹൈപ്പോത്തസിസുകളായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. K ഡിഫറെൻറ്റ് ഹൈപ്പോത്തസിസ് ഞാനിവിടെ പറയാം. അപ്പം നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണ് കിടക്കുന്നത്. നമ്മൾ ഇതെങ്ങനെ കാറ്റഗറി ചെയ്യും? കാറ്റഗറി ചെയ്യുന്നത് ഇത് നോക്കേ, ഈ പറയുന്ന ഗ്രാഫ് ഞാൻ ഇങ്ങോട്ടേക്ക്, ഈ പറയുന്ന ഗ്രാഫാണ് എൻ്റെ ബേസ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് നോക്കുക,
എനിക്ക് ഗ്രീൻ കളറിനെ ഞാൻ ഗ്രീൻ കളർ എന്ന് പറയുന്ന ക്ലാസ്സസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഗ്രീൻ കളർ എൻ്റെത് ഇവിടെയാണ് കിടക്കുന്നത്. സോ ഞാൻ ഗ്രീൻ കളർ ഇവിടെ എഴുതി. ദിസ് ഈസ് ഗ്രീൻ കളർ ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ബ്ലൂ കളർ and here it belongs, complete things are belongs to red color. So if I need to classify this green from B and red, that means blue and red, I can draw a hypothesis like this. ഇല്ലേ, എനിക്ക് ഒരു ഹൈപ്പോത്തസിസ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. സോ ഈ പറയുന്ന കേസിൽ ഗ്രീൻ എന്ന് പറയുന്നതായിരിക്കും പോസിറ്റീവ് ക്ലാസ്സസ്. ബാക്കി റെഡും ബ്ലൂവും എല്ലാം ഏത് ക്ലാസ്സിൽ ബിലോങ് ചെയ്യും? നെഗറ്റീവ് ക്ലാസ്സിൽ ബിലോങ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായി മാറി? കെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു, അതിനെ ഞാൻ 2 ക്ലാസ്സാക്കി മാറ്റി. അതുകൊണ്ടാണ് കെ ക്ലാസ് പ്രോബ്ലത്തിനെ, ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? K2 ക്ലാസ് പ്രോബ്ലംസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ കയ്യിൽ കെ ക്ലാസ്സസ് ഉണ്ട്, ബട്ട് നമ്മൾ എത്ര ക്ലാസ് ആയിട്ടാണ് അത് മാറ്റിയിട്ട് മോഡലാക്കിയത്? അതിനെ 2 ക്ലാസ്സാക്കി മാറ്റിയിട്ടാണ് നമ്മളിവിടെ മോഡലാക്കിയത്. Likewise, we have to classify the blue also. The same graph you have to draw here. Here green color, here it belongs to be blue color, then comes red color. How we will draw a hypothesis for this? We have to classify the blue from green and red. I can clearly draw a hypothesis like this. Okay, so the blue colors will belongs to positive class and green and red will belongs to negative class. ഓക്കെ, ഇപ്പോൾ വീണ്ടും നമുക്ക് എന്തായി? ഇതെന്ന് പറയുന്നത് ഗ്രീനിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇതെന്ന് പറയുന്നത് ബ്ലൂവിന് വേണ്ടിയിട്ടുള്ളൊരു മോഡൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ലൈക്ക്വൈസ് വി ഹാവ് ടു ക്രിയേറ്റ് ഫോർ whom? For red also. The same graph, base graph I am going to draw here belongs to green. Here complete things are belongs to red, and here comes our, so here it is blue, right? Here comes our red. How we will correctly classify red from green and blue? You can draw a hypothesis like this, right? We can draw a hypothesis like this so that we can mention this complete red classes are belongs to positive class and this green and blue are belongs to negative class. Thus I converted the K class classifications problems into K2 class problems. This final this final graph is actually the model for red color. Model for red color. So we have K classes. In the beginning, how many classes? We are trying to classify 3 classes, but at last we are getting how many models also? For K classes, I generated K models. That means K different types of hypothesis I generated. Okay, ഇതിനെയാണ് നമ്മൾ 1 versus all category എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഐ ക്യാൻ കണ്ടിന്യൂ ദ തിയറി പാർട്ട്. ഇൻ ദ ith 2 ക്ലാസ് പ്രോബ്ലം ഞാനൊരു ith ക്ലാസ് എടുക്കുവാണ്. ഏതോ C1 C2 എക്സെട്ര അപ് ടു CK വരെ ഉള്ളതിനകത്ത് ഇടയിൽ നിന്നുള്ള ഒരാളിനെ എടുത്തു, CI. The training examples belonging to CI are taken as the positive example. CI ഏത് ക്ലാസ് ആണോ ഞാൻ എടുക്കുന്നത് അയാളെ ഞാൻ എന്താക്കി മാറ്റും? പോസിറ്റീവ് എക്സാമ്പിൾ. ഹിയർ ഐ ടുക്ക് 3 colors, and if I am going to generate a model for a green color, I will keep this green color as positive. Okay, and the examples of all other classes are taken as negative examples aaki vekkum. So we have to find out how many hypotheses, K hypothesis we have to find out, H1 H2 etc up to Hk, where Hi we are trying to generate a model for the class CI, for we have to find out what is Hi. Hi is Hi of any points that comes under the category green color. Okay, if the selected point is in the class CI, we have to output 1. That means that is a positive class. Otherwise, if that particular selected point is not belongs to green color or not belongs to CI, we have to output the negative value or 0 otherwise. Okay, ഇതിനെയാണ് നമ്മൾ 1 versus all എന്ന് പറയുന്നത്. ഇനി
എന്താണ് രണ്ടാമത്തെ മെത്തേഡാണ് 1 against 1 അല്ലെങ്കിൽ 1 വേഴ്സസ് 1 മെത്തേഡ്. എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് ഇവിടെ ഞാൻ എന്താണ് പറഞ്ഞത്, 1 വേഴ്സസ് ഓളിലാണെങ്കിൽ എത്ര ഹൈപ്പോത്തിസിസ് ഉണ്ടോ, എത്ര ക്ലാസ്സസ് ഉണ്ടോ അത്രയും ഹൈപ്പോത്തിസിസ്. ഓക്കെ, സോ ഇഫ് വി ഹാവ് k classes, how many hypotheses we are going to generate? We have to generate using 1 versus all k. k തന്നെ ആയിരിക്കും k ഹൈപ്പോത്തിസിസ്. k ക്ലാസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ k ഹൈപ്പോത്തിസിസ് നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടി വരും. വെറാസ് ഇൻ ദ കേസ് ഓഫ് എ 1 against 1 ഓർ 1 വേഴ്സസ് 1 മെത്തേഡ്, ഇതിനകത്ത് ഒരു ഇക്വേഷൻ ആണ് നമുക്കുള്ളത്. നമുക്ക് k ക്ലാസ്സസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ക്ലാസിഫൈ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ, വി ഹാവ് ടു ജനറേറ്റ് k ഇൻറ്റു k മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഹൈപ്പോത്തിസിസ് ഓർ മോഡൽ നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, so if there are k different class labels, then total classifiers required ചെയ്തിരിക്കുന്നത് എത്രയാണ്, k into k minus 1 divided by 2. ഇതെങ്ങനെയാണെന്ന് ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നമുക്കിവിടെ ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ട്. ഇവിടെ 0 0, ഇവിടെ സർക്കിൾ, ഇവിടെ ട്രയാങ്കിൾ, ഇവിടെ റെക്റ്റാങ്കിൾ. നോട്ട് എ റെക്റ്റാങ്കിൾ, ഇറ്റ് സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം എത്ര ക്ലാസ്സസ് ആണ്? 3 ക്ലാസ്സസ് ആണ്. That means k എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? 3 ആണ്. So I have to find out how many classifier, how many model that I have to generate. Since k is 3, I am going to put this k, value of k in the equation, k minus 1 divided by 2. That means 3 into 2 by 2 is equal to 3. 3 number of different classifiers I have to generate. For this single, graph I have to create, or for this problem I have to create 3 different models. So എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ പെയേഴ്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ പെയേഴ്സ് ആയിട്ടാണ് എടുത്തത്. ശരിക്കും പെയേഴ്സ് ആയിട്ടല്ല എടുത്തത്. ഇവിടെ നമ്മൾ എല്ലാവരുടെയും എടുത്തിട്ട് ഏതാണോ നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് അയാളെ പോസിറ്റീവ് ആക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം നെഗറ്റീവ് ആക്കി. ആക്ച്വലി നമ്മൾ പെയർ ആക്കിയല്ല എടുത്തിരിക്കുന്നത്. ബട്ട് ഇൻ ദിസ് കേസ് വി ആർ ടേക്കിംഗ് ഉള്ളി പെയേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. നോക്കൂ, ഇപ്പം എനിക്ക് ക്ലാസിഫൈ ചെയ്യേണ്ടത് ഇത് തമ്മിലാണ്. ഓക്കെ, അപ്പം ഇത്രയും ക്ലാസിഫയർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ക്ലാസിഫയർ 1-നകത്ത് ഗ്രീൻ വേഴ്സസ് ബ്ലൂ, ക്ലാസിഫയർ 2-നകത്ത് ഗ്രീൻ വേഴ്സസ് റെഡ്, ക്ലാസിഫയർ 3-നകത്ത് ബ്ലൂ വേഴ്സസ് റെഡ്. നോക്കൂ, ഇവിടെ ഗ്രീൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. യു ക്യാൻ കൺസിഡർ, ഇവിടെ തെറ്റിപ്പോയതാണ് എനിക്ക്. ഗ്രീൻ വെച്ചിട്ടല്ല, സ്ക്വയർ ആണോ റെക്റ്റാങ്കിൾ ആണോ, സ്ക്വയർ ആണോ ട്രയാങ്കിൾ ആണോ, സ്ക്വയർ ആണോ സർക്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇനി ആരെ ചെക്ക് ചെയ്യണം, സർക്കിൾ ആണോ ട്രയാങ്കിൾ ആണോ എന്ന് പറഞ്ഞിട്ട് 3 ക്ലാസിഫയർ ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, സോ ക്ലാസിഫയേഴ്സ് ഏതൊക്കെയാണ്? ക്ലാസിഫയർ 1 എന്ന് പറയുന്നത് സ്ക്വയർ വേഴ്സസ് ട്രയാങ്കിൾ, ക്ലാസിഫയർ 2 എന്ന് പറയുന്നത് സ്ക്വയർ വേഴ്സസ് സർക്കിൾ, ആൻഡ് ക്ലാസിഫയർ 3 എന്ന് പറയുന്നത് സർക്കിൾ വേഴ്സസ് ട്രയാങ്കിൾ. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മൾ എടുത്തിരിക്കുന്നത്. നോക്ക്, അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിൽ സ്ക്വയർ വേഴ്സസ് ട്രയാങ്കിൾ എടുത്തു. ഇത് ശരിക്കും നമ്മൾ ഈ പറയുന്ന, ഇപ്പോൾ സ്ക്വയർ ആണ് എനിക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ സ്ക്വയർ എന്ന് പറയുന്ന സംഭവം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഒരു ഇൻപുട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യും. അതായത് നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഇതൊരു പ്രോബബിലിറ്റി തരും. ഇതും പോസിറ്റീവായിട്ട് വരും. സപ്പോസ് ഇത് പോസിറ്റീവായിട്ടും വന്നു, ഇതും പോസിറ്റീവായിട്ടാണ് വരുന്നത്. നമ്മളിവിടെ നെഗറ്റീവ് ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നില്ല. അങ്ങനെയാണ് നമ്മൾക്ക് അസ്യൂം ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ ഒരു പ്രോബബിലിറ്റി ബേസിലാണ് നമ്മൾ പോകുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, പോസിറ്റീവ് ആയിരുന്നു, ഈ പറയുന്ന സംഭവം കൊടുത്തു. ഇതിനൊരു പ്രോബബിലിറ്റി, അതായത് നമ്മുടെ ഫീച്ചേഴ്സ് വെച്ചിട്ട് പ്രോബബിലിറ്റി ഏറ്റവും കൂടുതൽ ചാൻസ് 90% എന്ന് പറഞ്ഞ് ഇതിന് വന്നു. ട്രയാങ്കിളിന് നമുക്ക് വന്നത് ഒരു 25% ആണ് വന്നത്. ഓക്കെ, 25% ആണെങ്കിൽ വി വിൽ കമ്പയർ ദ പ്രോബബിലിറ്റീസ്, പെർസെൻറ്റേജ് ഓഫ് പ്രോബബിലിറ്റി നോക്കും. അതെന്ന് പറയുന്നത് 90% ഇറ്റ് ആക്ച്വലി ബിലോങ്സ് ടു ദി സ്ക്വയർ ആണ്. സോ വി വിൽ ഔട്ട്പുട്ട് ദ ആൻസർ സ്ക്വയർ എന്ന് പറഞ്ഞ് ഔട്ട്പുട്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മളിവിടെ സർക്കിളും ട്രയാങ്കിളും നോക്കും. ഇവിടെ നമ്മൾ ഇതേപോലെ പ്രോബബിലിറ്റി വെച്ചിട്ട് നമ്മളൊരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കും. പോസിറ്റീവാണ് കണ്ടുപിടിച്ചിട്ട്
എത്രയാണോ നമുക്ക് പ്രോബബിലിറ്റി കിട്ടുന്നത്, ആർക്കാണോ കൂടുതൽ പ്രോബബിലിറ്റി അയാളെ ഔട്ട്പുട്ട് ചെയ്യും. ഓക്കെ, അതേപോലെ ഇതിനകത്തും ചെയ്യും. ഇതിനെയാണ് നമ്മൾ 1 against 1 അല്ലെങ്കിൽ 1 versus 1 മെത്തേഡ് എന്ന് ഇട്ടുന്നത്. സോ 1 against 1 or 1 versus 1 മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻ 1 versus 1 സ്ട്രാറ്റജി എ ക്ലാസിഫയർ ഈസ് കൺസ്ട്രക്റ്റഡ് ഫോർ ഈച്ച് പെയർ ഓഫ് ക്ലാസ്സസ്. ഓരോ പെയർ ഓഫ് ക്ലാസ്സസിനും ഓരോ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഓരോ ക്ലാസിഫയർ അല്ലെങ്കിൽ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യും. ഇപ്പം k ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്ര ക്ലാസിഫയേഴ്സ് ഉണ്ടായിരിക്കും? k ഇൻറ്റു k മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ക്ലാസിഫയേഴ്സ് ഉണ്ടായിരിക്കും. ഇതാണ് 1 against 1, അതായത് മൾട്ടിപ്പിൾ ക്ലാസ്സസ് നമ്മൾ ലേൺ ചെയ്യുന്നത് ബൈ മേക്കിംഗ് യൂസ് ഓഫ് 2 മെത്തേഡ്സ് കോൾഡ് 1 versus all and 1 versus 1. So we can I will come with another video that is a very important one, next one, that is model selection and generalization very soon. Okay, till then, thank you and bye.